5 മണിക്കൊക്കെ എണീക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എണീറ്റ് വന്നപ്പോഴേക്കും 10:30 ആയി. സൗണ്ട്സ് ഫെമിലിയർ? എനിക്ക് ഫ്രീക്വൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്. ആൻഡ് ഇൻഫാക്ട് റീസെൻ്റ്ലിയും ഇതേപോലത്തെ ഒരു മെസ്സേജ് വന്നു. ദി കോണ്ടന്റ് ഈസ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ഈസ് സേയിങ് ഈസ്, കാരണം ഞാൻ 9 മണിക്കൂറോളൊക്കെ ഉറങ്ങും, ലേറ്റായിട്ട് എണീക്കും, എന്നിട്ട് എണീറ്റ് കഴിഞ്ഞിട്ടൊരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും. ഞാനെൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാണ്, ഓൾമോസ്റ്റ് എൻ്റെ ഹാഫ് ഡേ ഇവിടെ കഴിഞ്ഞു. ആൻഡ് ഈ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഫാക്ടർ എൻ്റെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. യു ആർ നോട്ട് ദി ഓൺലി പേഴ്സൺ. ആൻഡ് നിങ്ങൾ ആക്ച്വലി നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ലെറ്റ്സ് ട്രൈ ടു കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെറ്റ് മീ ക്ലിയർ എ മിസ്കൺസെപ്ഷൻ അബൌട്ട് സ്ലീപ്പ്. ഈ 9 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നുള്ളത് ബൈ ഇറ്റ് സെൽഫ് ഒരു പ്രോബ്ലം അല്ല. കാരണം സ്റ്റഡീസ് പറയാറുള്ളത് ഒരു ആവറേജ് ഒരു യങ് അഡൾട്ടിന് ഒരു 7 to 9 hours ഓഫ് സ്ലീപ്പ് ഹെൽത്തിയാണ്. ആ 9 എന്നുള്ള നമ്പർ കേട്ടിട്ട് പാനിക് ആവാൻ നിൽക്കല്ലേ. ദ ആക്ച്വൽ പ്രോബ്ലം ദാറ്റ് വി നീഡ് ടു അഡ്രസ് ഇസ്, നിങ്ങൾ 9, 10, 11 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടും എണീക്കുമ്പോൾ നിങ്ങൾ ടയേർഡായിട്ടാണോ എണീക്കുന്നത്? ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അവിടെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ലാർജ് സ്റ്റഡി തന്നെ നടത്തിയിരുന്നു. അറൗണ്ട് ഒരു 1.6 lakh സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി. ദ റിസൾട്ട് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അവർ പറഞ്ഞതെന്താ വെച്ചാൽ, എപ്പോഴും അക്കാഡമിക്കലി നല്ലോണം പെർഫോം ചെയ്തത് ഏറ്റവും കുറവ് ഉറങ്ങിയ സ്റ്റുഡൻസ് അല്ലായിരുന്നു. വാട്ട് ആക്ച്വലി എഫക്ട്സ് അക്കാഡമിക്സ് വാസ് നിങ്ങളെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഫിക്സഡ് സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്തോ, that affected the academics. So it's not usually the number of hours, it is the quality and timing that matters. Now let's see why professional course prepare ചെയ്യുന്ന സ്റ്റുഡൻസ് പലപ്പോഴും ഓവർ സ്ലീപ്പ് ചെയ്യാറുള്ളത്. റീസൺ നമ്പർ 1, മെൻ്റൽ എക്സോഷൻ. ഭൂരിഭാഗം സ്റ്റുഡൻസും കണ്ടിന്യൂസ്ലി സ്റ്റഡി അല്ല ചെയ്യുക, കണ്ടിന്യൂസ്ലി വെറി ചെയ്യുക. ഞാൻ ഫെയിൽ ആവുമോ, ഞാൻ എൻ്റെ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമോ, ഞാൻ ഓൾറെഡി കുറേ ബാക്ക് കാണാം. ആൻഡ് ഈ തോട്ട് പ്രോസസ്സ്, അതായത് ഇറ്റ് ഈസ് ടു സച്ച് എൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഈവൻ ഇഫ് നമ്മൾ ബുക്സ് അടച്ചു വെച്ച് കഴിഞ്ഞാലും നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് മെൻ്റൽ ഫെറ്റീഗ് ഓഫൻ ലീഡ്സ് ടു ഓവർ സ്ലീപ്പ്. സെക്കൻഡ്, ഇറഗുലർ സ്ലീപ്പ് ടൈമിങ്. ചില ദിവസം നമ്മൾ രാത്രി 11 മണിക്ക് കിടന്നുറങ്ങുക, ചില ദിവസം 2 മണിക്ക്, ചില ദിവസം 4 മണിക്ക് കിടന്നുറങ്ങുക. നമ്മൾ ചിലപ്പോൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവുക ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങുമോ എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഓഫൻ ലീഡ്സ് ടു ഇറഗുലർ സ്ലീപ്പ് ടൈമിങ്. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ കറക്റ്റ് അറിയില്ല നമ്മൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ളത്. ആൻഡ് അത് പലപ്പോഴും ഇൻ സച്ച് സിറ്റുവേഷൻസ് ഓവർ സ്ലീപ്പ് ഡിമാൻഡ് ചെയ്യും. തേർഡ്, നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതിയിട്ട് ഫോൺ എടുത്തതായിരിക്കും. ദെൻ വി എൻഡ് അപ്പ് സ്ക്രോളിങ് 45 minutes, 1 hour, ട്രാവൽ വ്ളോഗൊക്കെ കണ്ട്, ചിലപ്പോൾ ഫുട്ബോൾ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ട്, ഓർ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എണീക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ മോട്ടിവേഷണൽ വീഡിയോ വരെ കണ്ടിട്ട്. സാഡ് പാർട്ട് ഈസ് ആ ഒറ്റ റീസൺ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതും. ഫോർത്ത്, ചില സിറ്റുവേഷൻസിലൊക്കെ ഓവർ സ്ലീപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് എസ്കേപ്പ്. അത് നമ്മൾ ലേസി ആയതുകൊണ്ടല്ല, പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ നേച്ചർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡീസിൻ്റെ നേച്ചർ. നമ്മൾ ചിലപ്പോൾ ഒരു ടെക്നിക്കൽ ടോപ്പിക് എടുത്ത് നോക്കുക, ഇത് ബ്രെയിനിന് ഫെമിലിയറായി വന്നിട്ട് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് തിങ്കിങ് വെനെവർ ഒരു മെൻ്റലി എക്സോസ്റ്റഡ് ആകുമ്പോൾ ബ്രെയിന് പിന്നെ പിക്ക് ചെയ്യുക, നമുക്ക് സ്ലീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് പല സിറ്റുവേഷൻസ് അത് ഓവർ സ്ലീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആസ് കമ്പയർഡ് ടു ഡൂയിങ് ദാറ്റ് ടെക്നിക്കൽ വർക്ക്. അപ്പോൾ ഒക്കെ ശരി, എന്താ പിന്നെ ഇപ്പോൾ ആക്ച്വലി ചെയ്യാൻ പറ്റുക? ഹിയർസ് വാട്ട് ആക്ച്വലി വർക്ക്സ്. നമ്പർ 1, നിങ്ങൾ എണീക്കുന്ന ടൈം ഫിക്സ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ. 11 o'clock, 12 o'clock, വാട്ട് എവർ. ഡെയിലി ഒരു ഫിക്സഡ് ടൈമിൽ എണീക്കുക. ആൻഡ് ഗ്രാജുവലി നിങ്ങളെ ബോഡി ക്ലോക്ക് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. സെക്കൻഡ്, ഉറങ്ങുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് യു വിൽ ബി സർപ്രൈസ്ഡ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി എത്ര ഇമ്പ്രൂവ് ആവും എന്നുള്ളത്. തേർഡ്, ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നാളെ എന്താണോ ചെയ്യാനുള്ളത് അത് എഴുതി വെക്കുക. ആൻഡ് ഐ എം നോട്ട് സെയിങ് ഓക്കെ നാളെ എനിക്ക് ലോ പഠിക്കണം, അങ്ങനല്ല. നാളെ എനിക്ക് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇത് എഴുതി വെച്ച് സെറ്റാക്കിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് യുവർ ബ്രെയിൻ നോസ് എക്സാക്ട്ലി ഫോർ വാട്ട് പെർട്ടിക്കുലർ റീസൺ അത് എണീക്കണം എന്നുള്ളത്. ആൻഡ് ദാറ്റ് ട്രിഗേഴ്സ്. ഫോർത്ത്, കുറച്ച് ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുക. നോട്ട് നെസസറി ജിമ്മിൽ തന്നെ പോകണം എന്നുള്ളത്. ജസ്റ്റ് ഗോ ഫോർ എ 10 minutes വാക്ക്. രാവിലെ കിട്ടുന്ന സൺലൈറ്റ് ദാറ്റ് ഗിവ്സ് യു പോസിറ്റീവ് എനർജി. കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസസ്,
ഇതെല്ലാം പലപ്പോഴും നമുക്ക് ഒരു കോഫി തരുന്നതിനേക്കാളും സ്റ്റിമുലേഷനാണ് തരിക. ആൻഡ് ഫൈനലി നിങ്ങൾ എത്ര നേരത്തെ എണീറ്റു എന്നുള്ള ബേസിസിലല്ല നിങ്ങളെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എണീറ്റതിന് ശേഷം എത്ര ഫോക്കസ്ഡ് ആയിരുന്നു എന്നുള്ള ബേസിസിലാണ്. ഒരു 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് ആഫ്റ്റർ ഹി ഓർ ഷീ വേക്സ് അപ്പ് ഒരു 8 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതുമാണ് മച്ച് ബെറ്റർ ആസ് കമ്പയർഡ് ടു 5 മണിക്കൂർ മാത്രം ഉറങ്ങി എണീറ്റിട്ട് കംപ്ലീറ്റ് ഡേ ഫുൾ ആകെ സ്ലീപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും. നിങ്ങൾക്കും ഈ ഗിൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒരുപാട് ഉറങ്ങുന്നുണ്ട് എന്നുള്ള ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടെങ്കിൽ, സ്റ്റോപ്പ് ആസ്കിങ് ഞാൻ എങ്ങനെയാണ് സ്ലീപ്പ് ടൈം കുറക്കുക എന്നുള്ളത്. റൈദർ സ്റ്റാർട്ട് ആസ്കിങ് എങ്ങനെയാണ് എൻ്റെ സ്ലീപ്പ് ടൈം ഞാൻ ക്വാളിറ്റി സ്ലീപ്പ് ആക്കുക എന്നുള്ളത്. ദാറ്റ് വൺ ക്വസ്റ്റ്യൻ ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ പ്രിപ്പറേഷൻ. റിമെമ്പർ, CA കോഴ്സിൽ നമ്മൾ ഏറ്റവും രാവിലെ എണീറ്റ് ഏറ്റവും കൂടുതൽ എത്ര നേരം ഉറക്കമൊഴിച്ചിരുന്നു എന്നുള്ളതല്ല വാട്ട് മാറ്റേഴ്സ്. നമ്മൾ എത്ര കോൺസിസ്റ്റൻ്റ് ആയിട്ട് എഫക്റ്റീവ് സ്റ്റഡി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വാട്ട് മാറ്റേഴ്സ്. സോ ഇഫ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഹു കീപ്സ് കംപ്ലൈനിങ് അബൌട്ട് ദ സെയിം ഇഷ്യൂ.